നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വലിയൊരു ടോപ്പിക് തന്നെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു വളരെ ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. കേരളത്തെ ഉറക്കമില്ലാത്ത വലിയൊരു പ്രശ്നം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ഒരു വശത്ത് ഹിമവൽ ഭദ്രാനന്ദ, തൊക്കുസ്വാമി ഒരു പ്രസ് മീറ്റ് വിളിച്ചു ലഹരി മാഫിയ കിങ്ങിന്റെ പേര് സൂചിപ്പിച്ചു. മറുവശത്ത് ബിഗ് ബോസ് ഫെയിം സായി കൃഷ്ണ മോഹൻലാൽ ലഹരിക്കെതിരെ ഇറങ്ങും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദ്യവും ചോദിച്ചു. ഇന്ന് ഈ വിഷയം 3 ഭാഗങ്ങളായി നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോവുകയാണ്. ആദ്യം ഈ കോൺട്രവേഴ്സിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നോക്കാം. ഹിമവൽ ഭദ്രാനന്ദ, തൊക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വിളിച്ചു. ആ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളം ഞെട്ടലോടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒന്നാമതായി, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നർക്കോട്ടിക് ശ്രമമാണ്. കേരളം ലഹരി കച്ചവടമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് ടെററിസമാണ്. ഇതാണ് ഹിമവൽ ഭദ്രാനന്ദയുടെ ക്ലെയിം പുറത്തു വന്നത്. രണ്ടാമതായി, കേരളത്തെ തകർക്കാനാണ് ഈ ശ്രമം. ഇതൊരു റാൻഡം സ്റ്റേറ്റ്മെന്റ് അല്ല, ഇന്റർനാഷണലായ ഒരു വലിയൊരു പ്ലാൻ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നും ഹിമവൽ ഭദ്രാനന്ദ ആരോപിക്കുകയായിരുന്നു. ഏറ്റവും ഗുരുതരമായ ആരോപണം, കൊച്ചിയിൽ മുളക് എന്ന പേരിലുള്ള ഹോട്ടൽ നടത്തുന്ന ഒരു ബിസിനസ്സുകാരൻ ലഹരി ഒഴുക്കുന്നു. ഇങ്ങനെയൊരു അലിഗേഷൻ ആ പ്രസ് മീറ്റിൽ ഉന്നയിക്കുകയായിരുന്നു. ഇനി ആ 2 അക്ഷരം പേരുള്ള ആൾ ആരാണെന്ന ചോദ്യം ഉയർന്നു വന്നു. ഹിമവൽ ഭദ്രാനന്ദ ആ പ്രസ് മീറ്റിൽ പേര് നേരിട്ട് വെളിപ്പെടുത്തിയില്ല. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഉടനെ റെസ്പോൺസുമായി രംഗത്ത് വന്നു. ബിഗ് ബോസ് ഫെയിം സായി കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ അദ്ദേഹം ഒരു കാര്യം ക്ലിയർ ആയി പറയുന്നുണ്ട്. ഹിമവൽ ഭദ്രാനന്ദ പ്രസ് മീറ്റിൽ സൂചിപ്പിച്ച ആൾ OG സുനിൽ തന്നെയാണ്. OG സുനിൽ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ഇദ്ദേഹം. OG's കാന്താരി, ഇതാണ് ഇദ്ദേഹത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. കൊച്ചിയിൽ ഈ എസ്റ്റാബ്ലിഷ്മെന്റും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സായി കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഹിമവൽ ഭദ്രാനന്ദ മാത്രമല്ല, ഇതിനു മുൻപ് OG സുനിലിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മരട് അനീഷ് അടക്കമുള്ള ഇതിനു മുൻപ് OG സുനിലിനെ കുറിച്ച് പബ്ലിക്കായി തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒടുവിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. ഇത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. OG സുനിലിന്റെ റെസ്പോൺസിനെ കുറിച്ചും സായി കൃഷ്ണ സംസാരിക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ OG സുനിൽ പറഞ്ഞ വാക്കുകൾ തെരുവു പട്ടികളെ കുരയ്ക്കും, ഞാൻ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ. ഇത് കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരും. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, ക്രിമിനലുകൾക്ക് പോലും പബ്ലിസിറ്റി, OGനെ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരും ചോദിക്കുന്നത്. ഇനി ഏറ്റവും സെൻസിറ്റീവായ കാര്യത്തിലേക്ക് വരാം. ഇതുവരെയുള്ള ഏത് സർക്കാരും OGയെ ടച്ച് ചെയ്തിട്ടില്ല. ഇതാണ് സായി കൃഷ്ണയുടെ ആരോപണം. OG റിലേറ്റബിൾ ആയ ഒരു ഇഷ്യൂ കഴിഞ്ഞ് സിസ്റ്റമിൽ ഉള്ളവർ ഡീറ്റെയിൽ ചോർത്തി കൊടുത്തിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് കേസുകൾ അടക്കിയിട്ടുമുണ്ട്. ഇതാണ് സായി കൃഷ്ണ ക്ലെയിം ചെയ്യുന്നത്. BJPയുടെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ OG സുനിലിനുണ്ടോ എന്ന ചോദ്യവും ഇദ്ദേഹം ഉന്നയിച്ചു. ഒരു ഡൗട്ടായി തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ ഒരു കാര്യം ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇതൊക്കെ അലിഗേഷൻസ് മാത്രമാണ്, പ്രൂവ് ഓൺ ഫാക്ട്സ് അല്ല. OG സുനിൽ ഇതുവരെ ഒരു കേസിലും കൺവിക്ട് ആയിട്ടുമില്ല. കോർട്ടിൽ പ്രൂവ് ആവണമെങ്കിൽ എവിഡൻസ് വേണം. ആരുടെയും കയ്യിൽ ഇതുവരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. ഇത് സായി കൃഷ്ണ തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ആ ഹോണസ്റ്റിക്ക് ക്രെഡിറ്റ് ശരിക്കും കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു സൊസൈറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ ഇത്ര ദീർഘമായി ഒരേ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കാതിരിക്കുന്നത് നോർമൽ ആണോ എന്ന കാര്യം. ഇതിൽ ഏറ്റവും വൈറലായ പാർട്ടിലേക്ക് വരാം. ഹിമവൽ ഭദ്രാനന്ദ പ്രസ് മീറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. ലഹരി മാഫിയെ ഉടൻ നെറ്റ്വർക്ക് തകർക്കാൻ മോഹൻലാൽ സഹായിക്കുമെന്ന് തന്നോട് പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ സായി കൃഷ്ണ ഒരു റിയാക്ഷൻ നൽകി. ആ റിയാക്ഷനാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ സായി കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെയാണ്: മോഹൻലാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാർത്ഥനായ മനുഷ്യരിൽ ഒരാളാണ്. ഇതൊരു അറ്റാക്ക് അല്ല. സായി കൃഷ്ണൻ ഉടനെ തന്നെ ക്ലാരിഫൈ ചെയ്തു. സെൽഫിഷ് ആയിരിക്കൽ തെറ്റല്ല, ഞാനും സെൽഫിഷാണ്. ഒരു ഡിഗ്രി സെൽഫിഷ് ഇല്ലാതെ നമ്മൾ സർവൈവ് ചെയ്യില്ല എന്നാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് തന്നെയാണ്. പക്ഷേ സായി കൃഷ്ണൻ ചോദിക്കുന്നത്, സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഹീറോയിസം, ആ ഒരു ധൈര്യം റിയൽ ലൈഫിൽ ഷോ ആകുമോ? ലഹരി മാഫിയ നെറ്റ്വർക്ക് ഇന്ന് നേരെ മോഹൻലാൽ റോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കൊറോണ കാലത്ത് പാത്രം മുട്ടിക്കുമെന്ന് PM പറഞ്ഞപ്പോൾ അതിൽ ജോയിൻ ആയ ആളാണ് മോഹൻലാൽ. ആ മോഹൻലാൽ ഇനി ലഹരിക്കെതിരെ ഇറങ്ങുമെന്ന് ഹിമവൽ ഭദ്രാനന്ദ കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ സായി കൃഷ്ണ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു.
അതെങ്ങനെ തിങ്ക് ചെയ്യുന്നവരിൽ ഹിമവൽ ഭദ്രാനന്ദ തെറ്റാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഡിവൈഡ് ചെയ്തു. ചിലർ സായി കൃഷ്ണ റൈറ്റ് ആണെന്നും പബ്ലിക് ഫിഗറിൽ റിയൽ റിയാക്ഷൻ ചെയ്യണമെന്നും അവയർനെസ് നൽകരുത് എന്നും മറ്റു ചിലവർ മോഹൻലാലിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ഫെയർ അല്ല എന്നും ഒരു ആക്ടറിന്റെ റോളിന് ഒരുപാട് ലിമിറ്റുകളുണ്ട് എന്നും പറയാൻ തുടങ്ങി. ലഹരി പ്രശ്നത്തിൽ കേരള ഗവൺമെന്റും ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആന്റി ഡ്രഗ് പ്രൊട്ടക്ഷൻ ആക്ട് ആയി മാറ്റി. ഇത് ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ പ്രൊജക്ടിന്റെ പ്രോഗ്രസും പോസിറ്റീവുമാണ്. ഇങ്ങനെയൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. ഒരു ഡെഡിക്കേറ്റഡ് ഓപ്പറേഷനിൽ ഈ പ്രോബ്ലമിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. ഈയൊരു നോളേജ് എല്ലാവർക്കും വേണം. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഓപ്പറേഷൻ ലോഞ്ച് ആക്കുന്നതിന് വൺ സൈഡ് റിയൽ റിസൾട്ട്, അറസ്റ്റ്, കൺവിക്ഷൻസ്, നെറ്റ്വർക്ക് എല്ലാം കളയുക, ഇതൊക്കെ വിസിബിൾ ആകണം. ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ഇരുന്ന് പ്രൊട്ടക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ, ആ സിസ്റ്റം എങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് കാലം പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ഹിമോൽ ഭദ്രാനന്ദ, സായി കൃഷ്ണ ഒരേ ഡയറക്ഷനിൽ ആരോപണം ഉന്നയിക്കുന്ന ഇരുവരുടെയും ക്ലെയിമുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിൽ തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾക്കിടയിലാണ് ഇത്രയും വലിയൊരു രൂപത്തിലുള്ള ലഹരി മാഫിയ നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കുന്നത്. ഇതിനെ കേന്ദ്രീകരിച്ച് കേരള സർക്കാരുടെ പുതിയ പദ്ധതിയിലൂടെ ഒരുപാട് പേര് പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ അറിയാൻ സാധിക്കുന്നത്. സായി കൃഷ്ണ മോഹൻലാലിനെ സ്വാർത്ഥൻ എന്ന് വിളിച്ചതിനെ പറ്റിയും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടതിനെ പറ്റിയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള സംസാര വിഷയങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു കാര്യം നടപ്പിലാക്കിയേ അത് കേരളത്തിൽ നടക്കുകയുള്ളൂ. മോഹൻലാലോ മറ്റു താരങ്ങളോ അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്ന ഓരോ ഡിസിഷൻസിനും അത്രമാത്രം വാല്യുണ്ട്, അത്രമാത്രം വാല്യുബിൾ ആണ്. പ്രമുഖ താരങ്ങൾക്കെല്ലാം തന്നെ ഇതിൽ ഇടപെടേണ്ടത് ഒരുപാട് ലിമിറ്റുകളുണ്ട് എന്നും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് എന്നും ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, ഒരു സമൂഹത്തിന് നല്ലത് ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റ് മാത്രമല്ല ചുറ്റുമുള്ള ആളുകൾ വിചാരിച്ചാലും നടക്കുമെന്ന് മറുഭാഗം ആളുകൾ പറയുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പബ്ലിക് ഫിഗറുള്ള ആളുകൾ തീരുമാനിച്ചാൽ ഉടനെ തന്നെ നടക്കാൻ സാധ്യത ഏറെയാണെന്നും അതിന് വിജയ് ഒരു അടയാളമാണ് എന്നും പ്രേക്ഷകർ പറയുകയാണ്. തമിഴ്നാട്ടിൽ ഒരൊറ്റ നടൻ വിജയിനെ മാത്രം സ്വാധീനിച്ച് അവിടെ വിജയ് മുഖ്യമന്ത്രി പദവി വരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരാൾ വിചാരിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്നും ആളുകൾ പറയുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുടെ കമന്റുകൾ താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ.